ഒരു പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു മാനവരാശി വളരെയധികം സ്നേഹിക്കുന്നു. നമ്മുടെ ചെയ്തികളെയല്ല സ്നേഹിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ വളരെയധികം സ്നേഹിക്കുന്നു. കാരണം നമ്മളെ ദൈവമാണ് സൃഷ്ടിച്ചത്, തൻ്റെ കൈകൾ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ സൃഷ്ടിയെ ദൈവം സ്നേഹിക്കാതിരിക്കും. യേശുവിന് വളരെയധികം ഇഷ്ടമാണ് മനുഷ്യനെ. അപ്പോൾ യേശു ഈ ലോകത്തിൽ മനുഷ്യന്റെ രൂപത്തിലുണ്ടായിരുന്നപ്പോൾ ജെറുസലേമിലെയും ക്യാപർനൗമിലെയും ഗലീലയിലെയും എല്ലാ സ്ഥലങ്ങളിലും വില്ലേജുകളിലെല്ലാം പോയി വളരെയധികം ഗോസ്പൽ ഷെയർ ചെയ്യുമായിരുന്നു. ഗോസ്പൽ ഇൻ ദ സെൻസ് കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഹീലാക്കുമായിരുന്നു, അല്ലെ? യേശുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടുള്ള കാര്യമില്ല. നമ്മൾ അങ്ങനെയാണ് ബൈബിളിൽ കാണുന്നത്. എല്ലാവരെയും എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും യേശു സുഖപ്പെടുത്തുമായിരുന്നു. ശരീരത്തിൽ നിന്ന് അശുദ്ധ ആത്മാക്കളെ ഓടിച്ചു വിടുമായിരുന്നു, അല്ലെ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമായിരുന്നു. അതാണ് യേശുക്രിസ്തു എന്താ പറയണേ, തൻ്റെ മിനിസ്റ്റർ ചെയ്ത മോഡൽ. അപ്പൊ അത് തന്നെയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? യേശു തൻ്റെ ശിഷ്യന്മാരെ ഗോസ്പൽ പ്രീച്ച് ചെയ്യാൻ വേണ്ടി വിടുമ്പോൾ അവർക്കും സകല ഡീമൺസിന്റെ പൊക്കത്തിലും അധികാരം കൊടുത്ത വിട്ടതല്ല. അതിനെല്ലാം കാസ്റ്റ് ഔട്ട് ചെയ്യാനും സകല വിധത്തിലുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്താനുള്ള അധികാരം കൊടുത്തിട്ടാണ് വിട്ടത്, അല്ലെ? അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് ദൈവരാജ്യത്തെ പറ്റി സംസാരിക്കണം, അല്ലെ? ദൈവരാജ്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ വെറുതെ സംസാരിച്ചിട്ട് തന്നെ കാര്യമില്ല. അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്താ പറയുക, ആൾക്കാരെ സുഖപ്പെടുത്തണം, അല്ലെ? എന്താ പറയുക, കുഷ്ഠരോഗമുള്ളവരെ അവരെ ശുദ്ധിയാക്കണം, അല്ലെ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അപ്പൊ ഡീമൺസ് പൊസസ്സായിട്ടുള്ളവരെ അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. അതാണ് ഒരു മോഡൽ ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അല്ലെ? ഫ്രീലി യു റിസീവ്, ഫ്രീലി യു ഗീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീലിയാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് മറ്റുള്ളവർ കൊടുക്കുകയും വേണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മണിയും ചാർജ് ചെയ്യാൻ ദൈവം സമ്മതിക്കുന്നില്ല. അപ്പൊ അതാണ് ദൈവം യേശുക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മോഡൽ, അല്ലെ? അപ്പോൾ ആ ഒരു മോഡൽ നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ആ മോഡൽ ഫോളോ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് വരും, അല്ലെ? പക്ഷെ ഇന്ന് നമ്മൾ മിക്കവാറും ചർച്ചിലേക്ക് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയധികം രൂപ ഇങ്ങ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ദൈവം കുറേയധികം അമ്മയ്ക്ക് കുലുക്കി നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് തരും. നിങ്ങൾക്ക് ബംഗ്ലാവ് കിട്ടും, കാറ് കിട്ടും, ഇത്രയധികം എന്താ പറയുക സ്തോത്രക്കാഴ്ച കിട്ടാൻ മതി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ടീച്ചിങ് ഒക്കെ ഈ കാലത്ത് നമ്മൾ കാണുന്നത്, അല്ലെ? ആ ദൈവത്തിനെതിരാണ്. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകലവിധത്തിൽ മഹത്വം അങ്ങേക്ക് തന്നെ ഞങ്ങൾ തരുന്നു. കർത്താവേ, ലാംബ് ഓഫ് ഗോഡ്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവമേ, നന്ദി പറയുന്നു. കർത്താവേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഇന്ന് പിതാവിന്റെ പക്കത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങാണ് ടീച്ചർ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഹൃദയത്തെ പ്രിപ്പയർ എന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങനെ സ്നേഹത്തായിട്ടും പുത്രനായിട്ടും നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ നമുക്കിന്ന് ലൂക്കോസിലേക്ക് പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 9-ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിക്കാം. 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കാം. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ 12 അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സുഖമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാനും അവരെ അയച്ചു. പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പ് അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ അവിടെ വിട്ടുപോകും വരെ അവിടെ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്നു പൊടി തട്ടിക്കളവിൻ. അവർ പുറപ്പെട്ടു എങ്ങും സുവിശേഷിച്ചു, രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർത്തോറും സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പുറപ്പെട്ടു പോകും, ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിന് 10-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 5 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ വായിക്കണം. പെട്ടെന്ന് വായിക്കണം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇതും 12 പേരെ അയക്കുന്ന കാര്യം പറഞ്ഞിരിക്കും. ഇങ്ങനെ പറയുന്നത്, 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ച എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യക്കാരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചാൽ സൗജന്യമായി കൊടുപ്പിൻ.
മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്കു പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാർ തന്റെ ആഹാരത്തിന് യോഗ്യമല്ല. അപ്പൊ അത് തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. തന്റെ ശിഷ്യന്മാരെ വിടുമ്പോൾ പ്രീച്ച് ചെയ്യാൻ വേണ്ടി വിടും, ഇവാഞ്ചലിസത്തിന് വേണ്ടി വിടുമ്പോൾ ഇതൊരു മോഡലാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലെ. നിങ്ങൾ പുറപ്പെട്ടു പോയി സ്വർഗരാജ്യത്തെ പറ്റി സംസാരിക്കാൻ, നിങ്ങൾ സുഖപ്പെടുത്തുവാൻ രോഗികളെ, മരിച്ചവരെ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്തു വിടുവേൻ. അപ്പൊ ഇവിടെ നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷന്റെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 70 പേരെയും കൂടെ ദൈവം യേശുക്രിസ്തു ഇവാഞ്ചലിസത്തിന് വേണ്ടി വിടുന്നതിന്റെ കാര്യമാണ്. അപ്പൊ ലൂക്കോസ് 9 നമ്മൾ കാണുന്ന 12 പേർ തന്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ, പീറ്ററിനെയും ജെയിംസിനെയും ജോണിനെയും ഒക്കെ വിടുന്ന ഇത് കാണുമ്പോൾ ആണെങ്കിൽ ലൂക്കോസ് 10ലേക്ക് വരുമ്പോൾ 70 പേരെ അല്ലെ തന്റെ ശിഷ്യന്മാരായിരുന്നു, അല്ലെ അപ്പോസ്തലന്മാരല്ല, അല്ലാതെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ വിടുന്നത് കാണുന്നത്. അപ്പൊ അവരോടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 8ാമത്തെ വാക്കിലേക്ക് വരുവാണെങ്കിൽ പറഞ്ഞ ലൂക്കോസിന്റെ 10:8 വരുമ്പോൾ ഇതാ പറഞ്ഞ, ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഭക്ഷിപ്പിന് അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുന്നു. അപ്പൊ ഇതാണ് ഒരു മോഡല്. യേശുക്രിസ്തു എന്താ പറയാ സൃഷ്ടിച്ച ഒരു മോഡൽ ഇതാ അല്ലെ. യേശു അതേ മോഡലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലൂക്കോസ് എഴുതിന്റെ സുവിശേഷം 9 തന്നെ പോകുമ്പോൾ 11ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്ന, പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു, അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിച്ച് രോഗശാന്തിക്ക് വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ യേശു എന്താ ചെയ്യുന്ന വെച്ചാൽ, യേശുവിന്റെ മോഡൽ എന്താന്ന് വെച്ചാല് സ്വർഗരാജ്യത്തെ പറ്റി സംസാരിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാപത്തെ പറ്റി നമ്മൾക്ക് അറിവുണ്ടാക്കി തരിക, നമ്മൾക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി തരിക, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക അല്ലെ. അതിനുശേഷം അത് നമ്മളുടെ സ്പിരിച്വൽ കാര്യമാണെങ്കിൽ ഫിസിക്കൽ കാര്യമായിട്ടുള്ള സുഖപ്പെടുത്തുക എന്ന ശരീരത്തിന്റെ അസുഖങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ യേശു ഫിസിക്കൽ കാര്യത്തിനും വേണ്ടി സ്പിരിച്വൽ കാര്യത്തിലുള്ള ദൈവവുമാണ്, ഫിസിക്കൽ കാര്യത്തിന്റെയും ദൈവമാണ് അല്ലെ. അല്ലാതെ നമ്മള് ചിലരെങ്കിലും വിചാരിക്കുന്ന കാര്യം യേശു എന്താ പറയുക നമ്മളെ സാൽവേഷന്റെ കാര്യത്തിനും അല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കുന്നതിനും വേണ്ടി മാത്രമുള്ള, അപ്പൊ അസുഖങ്ങൾ മാറ്റുന്നതിന്റെ അല്ലെങ്കിൽ നമ്മുടെ പട്ടിണി മാറ്റുന്ന അതിനൊന്നും അതൊന്നും ചിലപ്പോൾ ദൈവം ഹെൽപ്പ് ചെയ്ത് തരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഉദാഹരണം പറയുകയാണ്, നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് എന്തൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ ദൈവം ചെയ്തു തരത്തില്ല. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് പാട്ട് ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലെ. ദൈവത്തെ ചർച്ചിന്റെ ഉള്ളിൽ മാത്രമായിട്ട് കാണുന്നത് അല്ലെ, നമ്മൾക്ക് വിടുതലിനായിട്ട് മാത്രം, നമ്മുടെ എന്താ പറയുക വേർപാടും നിത്യതയും മാത്രം, അത് മാത്രമേ ഉള്ളൂ കാര്യം. അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ദൈവം അത്രയും പറയുകയില്ല അല്ലെ. രാജ്യങ്ങളുടെ കാര്യങ്ങളെ പറ്റി നോക്കത്തില്ല, ഇലക്ഷന്റെ കാര്യത്തെ പറ്റി ദൈവം നമുക്കെന്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന കാര്യം എന്ന് വെച്ചാൽ യേശുവിൻ്റെതാണ് ലോകം മൊത്തം അല്ലെ. യേശുവിൻ്റെതാണ് ലോകം മൊത്തം. നമ്മുടെ രക്ഷ മാത്രമല്ല ദൈവത്തിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഈ ലോകം മൊത്തം ദൈവത്തിന്റെ ബിസിനസ് ആണ് അല്ലെ. ലോകം മൊത്തം ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമിയിലുള്ള സകല ചരാചരവും ദൈവത്തിൻ്റെതാണ്. അപ്പൊ നമ്മുടെ അസുഖം, നമ്മുടെ പട്ടിണിയും എല്ലാം ദൈവത്തിന് അറിയാവുന്ന കാര്യം. ദൈവത്തോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അതിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലെ. പക്ഷെ അപ്പൊ അങ്ങനെ വിശ്വസിക്കാത്ത ആൾക്കാരുമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എന്താ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്ന മോഡൽ ഇതാണ്. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ദൈവം അല്ലെ, എല്ലാവർക്കും ഉള്ള ഒരു കമാൻഡ്മെന്റ് ആണ്. മത്തായിന്റെ 28ലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന 19ഉം 20ഉം വാക്കുകൾ നമ്മൾ വായിക്കാൻ നമ്മൾ കാണുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും പുറപ്പെട്ടു പോയി ദൈവത്തിന് വേണ്ടി ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കണം അല്ലെ. അപ്പൊ എല്ലാ രാജ്യത്തു നിന്നുള്ള ഡിസൈപ്പിൾസിനെ, എല്ലാ നേഷനിൽ നിന്നുള്ള അല്ലെ, ദൈവത്തിന് വേണ്ടി ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കണം എന്നുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഈ വർക്ക് പാസ്റ്റർമാർക്ക് മാത്രം കൊടുത്തിരിക്കുന്നതല്ല, എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന വർക്കാകുമ്പോ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന മോഡൽ ഇതാണ്. നിങ്ങൾ പുറപ്പെട്ടു പോയിട്ട് ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി സംസാരിക്കുക, അവിടെ രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർത്തുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, ഭൂതങ്ങളെ പുറപ്പെടുവിക്കുക, സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കുക. അതാണ് മോഡല്, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു മോഡൽ അല്ലെ. അതായിരിക്കണം ചർച്ചുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഒരു മോഡലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചർച്ചുകൾ വളരെ കുറവാണ്
അല്ലെ? അപ്പോസ്റ്റൽ പോളിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ, പീറ്ററിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവര് ഫോളോ ചെയ്തിരുന്ന മോഡൽ ഇതായിരുന്നു. അപ്പോസ്റ്റൽ പോൾ പോകുന്നിടത്ത് ദൈവത്തിന്റെ വചനം സംസാരിക്കുമായിരുന്നു. നടക്കാൻ വയ്യാത്തവർക്ക് നടക്കാൻ എന്താ പറയാ അത് ദൈവം സുഖപ്പെടുത്തുമായിരുന്നു. അപ്പോസ്റ്റൽ പോൾ വഴി അദ്ദേഹത്തിന്റെ കർച്ചീഫ് വഴി വരെ ആൾക്കാർ സുഖപ്പെടുമായിരുന്നു അല്ലെ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പോള്. പീറ്ററും അങ്ങനെ തന്നെ. അങ്ങനത്തെ ഒരു വർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? ആ ഒരു മോഡൽ, ദൈവം ചെയ്തൊരു മോഡലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. യേശുക്രിസ്തു ചെയ്ത അതേ മോഡൽ അവർ കോപ്പി ചെയ്യുമായിരുന്നു ചെയ്തത്. അതാണ് ദൈവത്തിന് വേണ്ടത്. അതായിരിക്കണം നമ്മളോട് അത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് പല ചർച്ചിലും കാണുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. മിക്കവാറും തന്നെ ചർച്ചുകൾ കാണുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വെറുതെ പ്രീച്ചിങ് മാത്രമേ ഉള്ളൂ അല്ലെ? വെറുതെ പ്രീച്ചിങ് മാത്രമേ ഉള്ളൂ. അവിടെ സുഖത്തെ പറ്റി സംസാരിക്കാറില്ല, ഡീമൺസിനെ ഓടിക്കുന്നതിനെ പറ്റി സംസാരിക്കാറില്ല, ചെയ്യാറുമില്ല അല്ലെ? പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു പേഴ്സൺ ആണെന്ന് അറിയത്തില്ലാത്ത പോലും ചർച്ച് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ? അങ്ങനെ സംസാരിക്കാത്ത, അങ്ങനെ പഠിപ്പിക്കാത്ത ചർച്ചുകളുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ? അപ്പോ അത് ഒരു സെറ്റ് ചർച്ച് ആണെങ്കിൽ വേറൊരു കൂട്ടര് പഠിപ്പിക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പലിനെ പറ്റിയാണ്. കുറച്ച് കൊടുക്കുക, പിന്നെ നിങ്ങൾ ഇത്രയും കൊടുക്കുവാണെങ്കിൽ വളരെയധികം അമ്മയ്ക്ക് കുലിക്ക് ദൈവം നിങ്ങൾക്ക് തരും അല്ലെ? നിങ്ങൾ ഇത്രയധികം സ്തോത്ര കാഴ്ച ഇടുകയാണെങ്കിൽ, നിങ്ങൾ ഇത്രയധികം പണം കൊടുക്കുകയാണെങ്കിൽ, ചർച്ചിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബംഗ്ലാവ് കിട്ടും, നിങ്ങൾക്ക് കാറ് കിട്ടും അല്ലെ? ഇതാ ഒരു ഞാൻ കാണുന്നു അല്ലെ, ഞാൻ പ്രൊഫറ്റിക്കലി കാണുന്നു നിങ്ങളുടെ പേരില് എന്താ പറയുക, ഒരു വാഹനം, ഒരു കാർ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഫറ്റിക്കലി കാണുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സമയമാണിത് അല്ലെ? ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവം ഓരോരുത്തരെ സുഖപ്പെടുത്താൻ പറയുമ്പോൾ ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവര് എന്താ പറയുക ഇത്രയധികം രൂപ ചർച്ചിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർ സുഖപ്പെടുത്താവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതല്ല ദൈവം, അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ഫ്രീലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കൃപാവരം കൊണ്ട് നിങ്ങൾ ഫ്രീലി ആയിട്ട് മറ്റുള്ള ആൾക്കാരെ എന്താ പറയുക സുഖപ്പെടുത്തുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫ്രീലി ആയിട്ട് നിങ്ങൾക്ക് ദൈവം തരുന്ന വേർഡ് ഓഫ് നോളജ് ഇത് നിങ്ങൾ ഉപയോഗിക്കും. ഫ്രീലി ആയിട്ട് നിങ്ങൾക്ക് ദൈവം തരുന്ന റെവലേഷൻസ് അല്ലെ, വെളിപ്പാടുകൾ ബുക്ക് എന്താ പറയുക ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന, നിങ്ങൾ വായിക്കുമ്പോൾ ഫ്രീലി ആയിട്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന, ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കും. ഫ്രീലി ആയിട്ട് കിട്ടുന്നത് ഫ്രീലി ആയിട്ട് കൊടുക്കും. അതാണ് ദൈവത്തിന്റെ മോഡൽ. അതല്ല, ആ മോഡലല്ല നമ്മൾ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ കിണ്ടി ലോകത്തുണ്ടാവട്ടെ. അത് തന്നെ കണ്ട് സമൂഹത്തിൽ കാണുന്ന സകല പ്രശ്നത്തിന്റെ കാര്യം എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം നമ്മള് സമൂഹത്തിൽ ഇത്രയും ഡാർക്ക്നെസ് ഉണ്ടാകാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് കൊണ്ട് മാത്രമാണ്. നമ്മളോട് ഗോസ്പിൾ ഷെയർ ചെയ്യാൻ പറയുമ്പോൾ എത്ര പേര് ഗോസ്പിൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലെ? നമ്മളോട് പുറത്തു പോയി ആൾക്കാരെ ഡിസൈപ്പിൾസ് ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞിരിക്കുമ്പോൾ എത്ര പേര് ഡിസൈപ്പിൾസിന് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ദൈവം ഒരു മോഡൽ, വർക്ക് ചെയ്യുന്ന മോഡൽ തന്നിരിക്കുമ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? പാസ്റ്റർമാരോട് തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്. മാർക്കോസ് സുവിശേഷം 16 വരുമ്പോൾ 17-18 വരെയുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂതങ്ങളെ പുറപ്പെടുവിക്കുന്നു, പുതുഭാഷയിൽ സംസാരിക്കുന്നു, സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നു, മരണകരമായി യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഒരു കാര്യം വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ പാസ്റ്റർമാരെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം നമ്മൾക്ക് വരുന്നത് എങ്ങനെ? വേർഡ് ഓഫ് ഗോഡ് കൊണ്ട് അല്ലെ? ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ്, ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേർഡ് ഓഫ് ഗോഡ് വഴിയാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അപ്പൊ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനം അനുസരിച്ചൊരു ഒരു മിനിസ്ട്രി നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അല്ലെ, അവിടെ വിശ്വാസവുമില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള ഹീലിംഗും നടക്കത്തില്ല, മിറക്കിൾസും നടക്കത്തില്ല. അപ്പൊ എന്താ പറ്റിയ, ദൈവത്തിന്റെ കിങ്ഡം മുമ്പോട്ട് ചലിക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞതിന്റെ കാര്യം വെച്ചാല്, അപ്പൊ ചോദിക്കും പല സ്ഥലങ്ങളിൽ, അപ്പൊ വചനം മാത്രം സംസാരിച്ചുകൊണ്ട് ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു ഉണ്ട്. വചനം മാത്രം സംസാരിച്ചാലും ആൾക്കാർ രക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം വചനത്തിന് ജീവനാണ്, വചനം ജീവനാണ്, ആത്മാവുമാണ്. വചനം സംസാരിക്കുമ്പോൾ രക്ഷിക്കപ്പെടും, വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ വചനം സംസാരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന കൃപയാണ് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വ്യക്തി ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമല്ലോ. അപ്പൊ ദൈവം അവരുടെ ഹൃദയത്തില് എന്താ പറയുക വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മള് ബോണ്ടേജുകളെ നമ്മൾ ബ്രേക്ക് ചെയ്തേ സാധിക്കത്തുള്ളൂ
അല്ലെ. ഡിമോണിക് ഓപ്പറേഷൻസിന് ബ്രേക്ക് ചെയ്തേ സാധിക്കത്തുള്ളൂ. ചില ആൾക്കാരോട് നമ്മൾ വചനം എത്രമാത്രം പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ഒരു വിടുതൽ വരുമ്പോ അല്ലെ, അവർക്ക് ഒരു എന്താ പറയുക, ഒരു മിറക്കിൾ അവര് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ, അവർക്ക് പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ എന്താ പറയുക, അവര് വിശ്വസിക്കുന്നു. അങ്ങനെ എത്രയോ പേരുണ്ടല്ലേ. അപ്പൊ അതിനായിട്ട് അങ്ങനെയുള്ള ഒരു മിനിസ്ട്രി അയാൾ ചെയ്യുന്നത്. അതാണ് ദൈവം ചെയ്തിരിക്കുന്നത്. യേശു അങ്ങനെയുള്ള മിനിസ്ട്രി അയാൾ ചെയ്തത് അല്ലെ. അല്ലാതെ വെറുതെ സംസാരിച്ച് മാത്രം വിടുവായിരുന്നല്ലേ യേശു ചെയ്തിരിക്കുന്നത്. ദൈവം യേശുക്രിസ്തു ചെയ്ത മോഡൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ സുഖപ്പെടുത്തി, ആൾക്കാരെ ശരീരത്തിൽ നിന്ന് അവര് ഡീമൺസ് കാസ്റ്റ് ഔട്ട് ചെയ്തു. അതായിരുന്നു, ആ ഒരു മോഡലാണ് ദൈവം ചെയ്തത് അല്ലെ. അവിടെ ഒരിക്കൽ പോലും പണത്തെ പറ്റി ദൈവം പറഞ്ഞിട്ടില്ല അല്ലെ. ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം കിട്ടും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ബാക്കിയുള്ള കാര്യം കിട്ടുന്നതിന് വേണ്ടി ആയിരിക്കരുത്. അതിനെപ്പറ്റിയല്ല ദൈവം പറയുന്നത് അല്ലെ. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും അന്വേഷിക്കണം, നമ്മൾക്ക് യേശുവിനെ പോലെ ആകുന്നതിന് വേണ്ടി, നമ്മൾ യേശുവിന്റെ ഒപ്പം ആയിരിക്കുന്നതിന് വേണ്ടി. അപ്പോ അതിന്റെ പുറമെ ദൈവം നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരും അല്ലെ. ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറയുന്നത് അത് അന്വേഷിക്കുന്നവർക്കുള്ളൊരു കിങ്ഡമാണ് അല്ലെ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞു, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കണം, അന്വേഷിക്കുന്നവർക്കുള്ളതാണ്. അന്വേഷിക്കാതെ വെറുതെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു 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 വിടുതൽ മാത്രം മതി, ഒരു ഫൈനാൻഷ്യലി അല്ലെ, ഒരു സാമ്പത്തികമായിട്ടുള്ള വിടുതൽ മാത്രം മതി, അല്ലെങ്കിൽ അസുഖത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, യേശുവിനെ പറ്റി വിചാരമില്ലാത്തവരാണെങ്കിൽ ജീവിതം എവിടെ ചെന്നെത്തും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കുന്നവരായിരിക്കണം. അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവവും ദൈവത്തിന്റെ രാജ്യവും അല്ലെ. അപ്പൊ അത് അന്വേഷിക്കണമെന്ന് ചർച്ചിലുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അത് എന്താ പറയുക, അത് അതിന്റെ ചർച്ചിലുള്ളവർ തന്നെയല്ല, ലോകത്തുള്ള ആൾക്കാരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കടമ അല്ലെ, അതിലൊരു റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മളെല്ലാവർക്കും തന്നിരിക്കുക. അതനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ. പാസ്റ്റർമാരും അങ്ങനെയായിരിക്കും, അപ്പോസ്റ്റർമാരും പ്രോഫറ്റുമാരും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന വിശ്വാസികളാണ് നമ്മളെല്ലാവരും പുറത്തുപോയി ദൈവത്തിന് വേണ്ടി അല്ലെ ശിഷ്യന്മാരുണ്ടാക്കുക എന്നുള്ളത് നമ്മളോട് എല്ലാവരിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അത് ചെയ്യുന്നതും ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന മോഡലിലായിരിക്കണം. അല്ലാതെ പ്രോസ്പെരിറ്റി ഗോസ്പല് സംസാരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പരിപാടിയാകരുത്. ആദ്യം അവരുടെ എന്താ പറയുക, അവരുടെ പാപത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ നിന്ന് പിന്നെ രക്ഷകനായിട്ടുള്ള ദൈവമുണ്ടെന്ന് പറയുക, പിന്നെ സുഖപ്പെടുത്തുക അല്ലെ. അല്ലാതെ കുറച്ച് എന്താ പറയണ, കുറെ അധികം പൈസ കിട്ടും, യേശുവിൻ്റെ ഒപ്പം ആയിക്കഴിഞ്ഞാൽ കുറച്ചധികം പൈസ കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു മിനിസ്ട്രി ആണെങ്കിൽ അത് ശരിയാവത്തില്ല. ദൈവത്തിന്റെ കിങ്ഡം എന്താ പറയുക, നമ്മളായിട്ട് നമ്മുടെ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സമൂഹത്തിൽ കാണുന്ന സകല പ്രശ്നം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നതിന് കാര്യം, കാരണം ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാനോ ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി നിൽക്കാനോ ഉള്ള ഒരു മനസ്സുള്ള വ്യക്തികളൊന്നും ഇന്നില്ല അല്ലെ. നമ്മളുടെ ഫെയിമിന് വേണ്ടിയും നമ്മൾക്ക് എത്രമാത്രം പ്രയോജനമുണ്ട് യേശുവിനെ ഫോളോ ചെയ്താൽ എന്നുള്ള ഒരു മനസ്ഥിതിയായിട്ട് നടക്കുന്ന വ്യക്തികൾ അല്ലെ. എങ്ങനെ ഉപയോഗിക്കാം യേശുവിനെ എന്നൊരു മനസ്ഥിതിയായിട്ട് നടക്കുന്ന വ്യക്തികളാണ് ഇന്നും മിക്കവാറും ഉള്ളത്. പലരും ക്രിസ്ത്യൻസിൽ പലരും അങ്ങനെയാണ്, യേശുവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള മനസ്സുള്ളവർ അല്ലെ. യേശുവിനെ സ്നേഹിക്കാം എന്നുള്ളതിനെ പറ്റി വിചാരിക്കുന്ന, എങ്ങനെ സ്നേഹിക്കാം എന്ന് വിചാരിക്കുന്ന, അവൻ്റെ ഒപ്പം എനിക്കാകണം എന്ന് വിചാരിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ എങ്ങനെ ഉപയോഗിക്കാം ഈ ലോകത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അങ്ങനെ ഒരു മനസ്സുള്ള വ്യക്തികളാണ് ഇന്ന് മിക്കവാറും ആൾക്കാർ, ഈ ലോകത്തെ കാണുന്ന ക്രിസ്ത്യൻസിൽ മിക്കവാറും ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആകരിക്കരുത് നമ്മൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, സീക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ രാജ്യം. അന്വേഷിക്കുന്നവർക്ക് ഉള്ളതാണ് യേശു ക്രിസ്തു അല്ലെ. നമ്മുടെ പുറകെ യേശു വന്നു നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ഇനി മുമ്പിലോട്ട് നമ്മൾ അന്വേഷിക്കുക, യേശുവിനെ അന്വേഷിക്കുക അല്ലെ. ഇത്രയും നാളും നമ്മളെ തിരക്കി വന്ന യേശു അല്ലെ, നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മളെ തിരക്കി വന്ന യേശു, ഇനി നമ്മളെ പാപമെല്ലാം കഴുകി കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് റൈച്ചസ്നെസ് തന്നപ്പോൾ, പുതിയ നീതി അല്ലെ, നേരത്തെ ഫിൽത്തി റാഗ് പോലെ നമ്മളുടെ പഴംതുണിയേക്കാളും മോശമായിരുന്നു നമ്മുടെ റൈച്ചസ്നെസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട്, നീതിയും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവന്റെ ജീവനും അവന്റെ റൈച്ചസ്നെസ് നമുക്ക് തന്നിരിക്കുമ്പോൾ അവനെ അന്വേഷിക്കുന്നവരായിരിക്കും നമ്മൾ.
അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ചർച്ചിൽ വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ബംഗ്ലാവ് കിട്ടും, കുറെ ജോലി കിട്ടും, കുറെ മണി കിട്ടും, കാറ് കിട്ടും, അങ്ങനെയൊന്നും പറയുന്ന ഒരു പ്രീച്ചിങ് നമ്മൾ ചെയ്യാതിരിക്കട്ടെ, അല്ലെ? ദൈവത്തിന്റെ മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രീച്ചിങ് ആയിരിക്കട്ടെ, അല്ലെ? നമ്മളുടെ പാപത്തെ പറ്റി സംസാരിക്കട്ടെ, ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാം എന്ന് നമ്മളെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കട്ടെ. അതിനുശേഷം അവരെ സുഖപ്പെടുത്തൂ, അവരെ എന്താ പറയാ, അവരുടെ ശരീരത്തിലുള്ള ഡീമൺസിനെ ഓടിക്കൂ, ക്ലെൻസ് ചെയ്യൂ അവരെ, അല്ലെ? മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലാതെ പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് പോകരുത്. അതാണ് എനിക്കിന്ന് പറയാനുള്ള. പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് പോകരുത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്കൊന്ന് പ്രാർത്ഥന നിർത്താം. കർത്താവ് സമയത്താണ് നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നത്. അങ്ങനെ പോലും ദൈവമില്ല കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ, ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്നുള്ള നന്ദി പറയുന്നു. കൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ ഫാദർ, ഞങ്ങളോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ടീച്ച് എന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ, ബൈബിൾ മനസ്സിലാക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ വാഴ്ത്താനും അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മോഡൽ അനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ മഹത്വം ഉണ്ടാകട്ടെ.